ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സേഫായിരിക്കുന്നില്ലേ? ഞാൻ കജൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നിങ്ങളെല്ലാം നാട്ടിലെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇന്ന് നാട്ടിൽ പറയുന്നതാണ് കേട്ടോ. 5 മുട്ടക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് പഞ്ചസാരയാണ്, 150 പഞ്ചസാര നല്ലപോലെ ഏലക്കായും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. 4 ഏലക്കായ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ നല്ലോണം കട്ടയില്ലാതെ നമുക്ക് ഒന്ന് പതിച്ച് പൊങ്ങുന്നത് വരെ ഒന്ന് ഇളക്കണം. ഒരു നുള്ളുപ്പ് ബാലൻസ് ചെയ്യാൻ മാത്രം, മധുരത്തിന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പിടൂലേ, അത് മാത്രമേ വേണ്ടൂ. അതിലേക്കും അതിൽ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈദ അരിച്ചിടാം. 250 ഗ്രാം മൈദ കേട്ടോ ഞാനിട്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് റവ വേണം. ഇത് ഗൾഫിലേക്ക് കൊടുത്തയക്കാനും വീട്ടിലാണെങ്കിലെല്ലാം 1 മാസം വരെയെല്ലാം നമുക്ക് വൈകുന്നേരത്തെ സ്നാക്കിന് നോക്കേ വേണ്ട, അടിപൊളിയാണ് കേട്ടോ. ആ റവയാണ്. റവയും അതുപോലെ ഞാനൊരു 200 ഗ്രാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ കുടിക്കൂല, അത് എള്ളാണ് കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടിട്ടതാണ്. അതിന് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, ടേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കൂടെ നല്ല പോലെ കുറച്ച് നെയ്യും കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. വെള്ളം ഒഴിക്കരുത് കേട്ടോ. ആ മുട്ടയുടെ പതിപ്പിച്ച അതിൽ തന്നെയാണ് കുഴച്ചെടുത്തത്. എന്നിട്ടൊന്ന് കട്ടിക്ക് പരത്തിയെടുക്കണം. അധികം അങ്ങോട്ട് നേർപ്പിച്ച് പരത്തരുത്. ഇതെല്ലാം എന്നിട്ട് എന്ത് ചെയ്യുക, ഡയമണ്ട് ആകൃതിയിൽ കട്ട് ചെയ്ത് വെക്കുക. വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ, വെളിച്ചെണ്ണ അല്ല ഓയിലാട്ടെ യൂസ് ചെയ്തത്. വെളിച്ചെണ്ണ ആകുമ്പോൾ കാറിപ്പോവും. ഓയിലാണ് ഏറ്റവും നല്ലത്. എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അധികം തീ കൂട്ടി വെച്ചിട്ട് പൊരിച്ചെടുക്കരുത്, അപ്പോൾ ഉള്ളു വേവൂല. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് പൊരിച്ചെടുക്കുക. ഒരു മീഡിയം സൈസിലാക്കിയിട്ട് എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക. അടിപൊളി സ്നാക്കാട്ടോ. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ പഞ്ചസാര വേണ്ടിയവർക്ക് ഇതിലും കൂടുതൽ പഞ്ചസാര യൂസ് ചെയ്യാം. ഞാൻ കുറച്ചിടുന്നത് എൻ്റെ മോൾക്ക് കൊണ്ട് കൊടുത്തതാണ്. അവൾക്ക് പൊതുവെ അത്ര മധുരമൊന്നും ഇഷ്ടമല്ല. വേറെന്തൊക്കെയാണ് വിശേഷം? കണ്ടില്ലേ, എണ്ണ കുടിക്കാതെ കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് റവയും കൂടെ യൂസ് ചെയ്യുന്നത്. പൂരി ആണെങ്കിലും ഗോതമ്പ് പൊടീൻ്റെ കൂടെ അല്പം റവ യൂസ് ചെയ്യുകയാണെങ്കിൽ പൂരിയിലും എണ്ണ കുടിക്കില്ല. അധികം അങ്ങ് കളറാവാതെ ഈ രീതിയിൽ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവാണത്. കച്ചൂറ് റെഡിയായിട്ടോ. ഇതൊന്നും ആവില്ല, നല്ല എയർ കിടക്കാത്തൊരു കുപ്പിയിൽ ഇട്ടാൽ മതി.